കരുവാരക്കുണ്ടിൽ റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ 14-കാരിയുടെ മരണം കൊലപാതകം. പോലീസ് കസ്റ്റഡിയിലെടുത്ത 16-കാരനായ ആൺസുഹൃത്ത് കുറ്റം സമ്മതിച്ചു. വാണിയമ്പലത്തിനടുത്ത് തുടികപ്പലത്ത് ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഇത് ഇതിന്റെ നെറ്റിലുണ്ടാക്കിയ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് എനിക്ക് പറയുന്നുണ്ട്. കാരണം ദിനം പ്രതി നമ്മൾ ഇങ്ങനത്തെ ഓരോ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറയുന്നൊന്നുമില്ല. ഓരോ ദിവസം കൂടുന്നതും ക്രൂരയുടെ അളവ് കൂടുന്നു അല്ലാണ്ട് ബാക്കിയുള്ള ഒരു മാറ്റം വരുന്നില്ല. പിന്നെ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇവർ രണ്ടുപേരും പ്രണയത്തിലായിട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്കറിയാം, ഇത് ഞാൻ ഈ ന്യൂസ് കേട്ട ശേഷം ഞാൻ പിന്നെ യൂട്യൂബ് ഇൻസ്റ്റൊക്കെ തുറന്ന സമയത്ത് ഫുൾ എല്ലാത്തിനെ പറ്റി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. 1-2 ആഴ്ച മാക്സിമം പോയിക്കുന്ന ഒരു 3 ആഴ്ച ഇതിനെപ്പറ്റി എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് തീർന്നു. എനിക്ക് പറയാനുള്ളത്, മൈ ഡിയർ സിസ്റ്റേഴ്സ്, ഇനിയും നിങ്ങൾക്ക് റിയലൈസേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം നിൽക്കാതിരിക്കുക. ഇതുപോലെ വല്ല റെയിൽവേ സ്റ്റേഷനിലോ കുറ്റിക്കാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ചതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ അതിൽ വെക്കാൻ ഇതെല്ലാം കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 ആഴ്ച അതെല്ലാവരും പറഞ്ഞു. പക്ഷേ ചിത്രകാലം മുഴുവൻ വേദനയും സങ്കടം അനുഭവിച്ച് കുട്ടിയുടെ പാരൻസ് മാത്രമായിരിക്കും.